Star Jam with RJ Sean. ഇന്നത്തെ മൂവി ഇൻഡസ്ട്രിയിലെ ഡയമണ്ട് ആണ് ഇപ്പോ ഈ വ്യക്തി, ആൻഡ് ഹി ഈസ് ഫഹദ് ഫാസിൽ. എല്ലാ ആണുങ്ങളിലും ഒരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ട്. Is that true? എല്ലാ പെണ്ണുങ്ങളിലും ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് വെരി നാച്ചുറൽ. അത് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് കള്ളൻ? കുസൃതികൾ. തമാശയ്ക്ക് വേണ്ടി ഒരാള് എന്തായാലും കുഴപ്പമില്ല, ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തും കാണിക്കാം, അവിടം വരെ അത് പാടുള്ളൂ. അതിന്റെ മേളിലേക്ക് പോകാൻ പാടില്ല. പക്ഷെ കുസൃതിയും കള്ളത്തിനും ഒക്കെ രസമല്ലേ? എന്തെങ്കിലും കണ്ടിട്ട് കക്കണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ കക്കണം എന്ന് തോന്നിയിട്ടില്ല. ആരെങ്കിലും ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം. അല്ല, ലോട്ട് ഓഫ് സ്റ്റോറീസ് എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പക്ഷെ ആ തോന്നൽ ഞാൻ മാത്രമേ അറിയുള്ളൂ. അതിന്റെ മേളിലേക്ക് എനിക്ക് അത് കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. ഇറ്റ്സ് ട്രൂ. ഒരു പയ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയുന്നത് ശരിയാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്, അപ്പോഴൊക്കെ പെൺകുട്ടികളുടെ ആ തിരിച്ചുള്ള ഒരു കൂർപ്പിച്ച നോട്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആണല്ലേ? അത് ഷാന്റെ നോട്ടത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരർത്ഥം ഉദ്ദേശിച്ചുള്ളൂ. Give me tips, come on. Tips, okay. See, മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻസ് ആ റൂമിൽ ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഡു എനിത്തിങ് ടു മേക്ക് യുവർ പ്രസൻസ് ഫെൽറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ നോട്ടവും പരിപാടിയും ബഹളവും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ട് സ്റ്റേ ക്വയറ്റ്. അപ്പൊ പുള്ളിക്കാരി നാച്ചുറൽ ആയി തുടങ്ങും. അപ്പൊ നമുക്ക് ഈസിലി യു കെൻ ലുക്ക് അറ്റ് ഹർ, എൻജോയ് ഹർ, ഇങ്ങനെ നോക്കി ആ സൗന്ദര്യം ആസ്വദിക്കാം. സിനിമയിൽ അമ്മ പറഞ്ഞ പെണ്ണിനെയാണ് ഫഹദ് കേട്ടുന്നത്. റിയൽ ലൈഫിൽ ആര് പറഞ്ഞ പെണ്ണിനെ കേട്ടും? അമ്മ പറയുന്ന പെണ്ണ് ഞാൻ കേട്ടു. എനിക്ക് ആ കോൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അറേഞ്ച്ഡ് മാരേജ്, ഫാമിലി, ചിൽഡ്രൻ. ഒരു പക്ഷേ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ആ കോൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? മാരേജ് മസ്റ്റ് ആണോ അക്കോർഡിംഗ് ടു യു? മസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് ചിൽഡ്രൻ, സോ ഇറ്റ്സ് എ മസ്റ്റ് ഫോർ മീ. കല്യാണം കഴിക്കുന്ന സമയത്ത് പറമ്പും പാടവും മുറ്റത്ത് നിൽക്കുന്ന കാറും നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു പയ്യനാണ് ഇതിനകത്ത് ഫഹദ് ഫാസിൽ, അല്ലേ? ശരിക്കും റിയൽ ലൈഫില് പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടോ മലയാളത്തില്, കേരളത്തില്? ഞാൻ കേട്ടിട്ടുണ്ട് അംബാനി കല്യാണം കഴിച്ചത് സംതിങ് ലൈക്ക് ദിസ്. പുള്ളി വൈഫ് കൊടുത്ത് ഗിഫ്റ്റ് കൊണ്ടോ അങ്ങനെ എന്തോ ആണ് പുള്ളി ബിസിനസ് തുടങ്ങിയത്. അല്ല, അതിലും എന്തൊക്കെയോ നല്ല പോസിറ്റിവിറ്റി ഉണ്ട്. സോ വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞ പെണ്ണിനെ അമ്മ കെട്ടിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹമില്ല? ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ അതിൽ മുൻകൈ എടുക്കില്ല എന്ന് എനിക്കറിയാം. അത് സമയമാകുമ്പോൾ അവർ തന്നെ കണ്ടുപിടിച്ചു. സമയമായെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്താണ് സംസാരിച്ചു തുടങ്ങിയത്. ഞാനും പ്രിപ്പയർഡ് ആണെന്നേ ഉള്ളൂ അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാനും ഒക്കെ. So Fahad is waiting for someone? Yes. Fahad is single? Very much. Ready to mingle? Not. Why? I think our phase of my life is over, I think. ഇത് Club FM Star Jam and എന്റെ കൂടെ ഉണ്ട് ഫഹദ് ഫാസിൽ. ടാൻ കണക്കിന് ഫൺ. Star Jam with RJ Sean. It's all about 22 female കോട്ടയം. കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഭാസം, ആൻഡ് അതിലെ നായകൻ എന്റെ കൂടെ ഉണ്ട്. He is ഫഹദ് ഫാസിൽ. Is that true? ഫഹദ്, ഒരുപാട് പെൺകുട്ടികളെ ലൈഫിൽ വളയ്ക്കാൻ ആണുങ്ങൾക്ക് എളുപ്പമാണ്. അങ്ങനെ എളുപ്പമായിട്ടുള്ള ആണുങ്ങളുണ്ട്. ഫഹദ് അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ അത്ര ഇംപ്രസിംഗ് സ്കിൽസ് ഉള്ള ആളൊന്നുമല്ല ഞാൻ. ഇല്ല, എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കാറില്ല. ഒന്ന് രണ്ട് അങ്ങനെ എടുത്താൽ തന്നെ അത് സക്സസ്ഫുൾ ആകാനുള്ള സ്കിൽസ് എന്റെ ഇല്ല. Do you fall for women? പെട്ടെന്ന്? Yes, in a blink of an eye. Women are beautiful. ഞാൻ പെട്ടെന്ന് വീഴുന്ന ആളാണ്. ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുന്ന സിനിമയാണ് 22 ഫീമെയിൽ കോട്ടയം. Have you ever seen a girl reacting? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇനിയും റിയാക്ട് ചെയ്യണം അവര്. അതിനുവേണ്ടിയാണ് 22 ഫീമെയിൽ കോട്ടയം ഉണ്ടായത്. എപ്പോഴാണ് കണ്ടിരിക്കുന്നത്? എങ്ങനെ കണ്ടിരിക്കുന്നത്? അവർ കുറെ കൂടെ കമ്പോസ്ഡ് ആണ്, അവർക്ക് കുറെ കൂടെ സഹനമുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ റിയാക്ട് ചെയ്യാത്തത്. പക്ഷെ ഇത്രയും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടാകുന്ന മിസ്ബിഹേവിയറും അതും ഇതൊക്കെ ആയിട്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയണ്ടായി, 22 ഫീമെയിൽ കോട്ടയം കണ്ടിറങ്ങിയിട്ട് കൊല്ലത്തൊരു തിയേറ്ററിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആളുകൾ നമ്മുടെ വളയുകയും, എന്നിട്ട് ചോദിച്ച കാര്യം ഈ പടം തന്നെ കണ്ടിട്ട് വേണം നീ ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഫഹദ് ആർക്കെങ്കിലും വേണ്ടി റിയാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ അങ്ങനെ. ആക്ട് ഫോർ എ ഗേൾ? ഡെഫിനറ്റ് 100%. 22 ഫീമെയിൽ കോട്ടയം ഇസ് മൈ ആക്ട്. ഇറ്റ്സ് മൈ ആക്ട്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഐ പ്രിഫർ ടു എക്സ്പ്രസ് ഇൻ മൈ ഓൺ വേസ് ഇൻ സിനിമ. 22 ഫീമെയിൽ കോട്ടയം ചെയ്തത് ശരിയാണോ? വളരെ ശരിയാണ്. അങ്ങനെ തന്നെയാണ് ഒരു പയ്യനെ ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി. ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി ഓർ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാൾക്ക് there shouldn't be a punishment lesser than that. അത് പല കൺട്രീസിലും അത് റൂളാണ്. സൗദി അറേബ്യ ഇറ്റ്സ് എ റൂൾ there, ഓൾസോ ഇൻ ഇറാഖ്. അവർക്ക് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആണോ എന്നല്ല പറയുന്നത്. ഇവിടെ ഓരോ കേസസിന്റെ വിധി അറിയാൻ 6 മാസം 7 മാസം ലീഗൽ ലൂപ്പ് ഹോൾസ് തന്നെ ഉണ്ട്. പക്ഷെ കേരളത്തിലെ മെജോറിറ്റി ഓഫ് ദ ഗേൾസ് റിയാക്ട് ചെയ്യാൻ റെഡി ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരോട് എന്താ പറയാനുള്ളത്? സ്റ്റാർട്ട് റിയാക്ടിങ്, സ്റ്റാർട്ട് ലിവിങ് യുവർ ലൈഫ്. വേറെ ആർക്കും വേണ്ടി ജീവിക്കേണ്ടത്. 22 ഫീമെയിൽ കോട്ടയത്തിൽ പറയേണ്ടത് നീയാണ് പെണ്ണ്. ആരാണ് പെണ്ണ്? അവളാണ് പെണ്ണ്. ടെസാക്കി എബ്രഹാം. ഏതെങ്കിലും ഒരാളെ കണ്ട് നീയാണ് പെണ്ണെന്ന് തോന്നിയിട്ടുണ്ടോ? അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഐ ലൈക്ക് ജയലളിതാസ് ഫൈറ്റ് ബാക്സ് ഓർ കം ബാക്ക് whatever it's called. അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ പറ്റി ഞാൻ അവെയർ അല്ല, അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ അവര് ഐ ലൈക്ക് ദ വേ ഷീ ക്യാരീസ് ഹെർസെൽഫ്. ജയലളിത. ശരിക്ക് ഒരു പെണ്ണ് ചതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആണ് ചതിച്ചാൽ എന്ത് ചെയ്യണം? 22 ഫീമെയിൽ കോട്ടയത്തിൽ പറയുന്നുണ്ട്. ഒരു പെണ്ണ് ചോദിച്ചാൽ ആൾ എന്ത് ചെയ്യണം? സഹിക്കണം. റെസ്പെക്ട് ആൻഡ് ജസ്റ്റ് ലെറ്റ് ഗോ. അല്ലാതെ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യണ്ട. നമ്മൾ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ വന്നോളൂ. Fantastic. So that's Fahad Fasil on Club FM. ടൺ കണക്കിന് ഫൺ. Star Jam with RJ
DJ Sean. Well, Fahad Fazil, the most eligible bachelor, is here. താങ്ക് യു ഷാൻ. നമ്മളിപ്പോ ഒരു സോങ് പ്ലേ ചെയ്യാൻ പോവാണ് ഡയമണ്ട് നെക്ലസിലെ. ഇറ്റ്സ് യുവർ സോങ്. നിലാമലരെ. നിലാവ് മഴ. യുവർ ഫേവറേറ്റ് വേർഡ്? മഴ. നിലാമഴയെന്നാക്കായിരുന്നില്ല. നിലാമഴ. മഴ റിയാക്ട്സ് ഓൺ യുവർ ബോഡി ബെറ്റർ ദൻ നിലാവ്. ഇങ്ങനെ തണുത്തിട്ട് നമ്മൾ കൈയൊക്കെ കെട്ടാറില്ലേ? ഇറ്റ് ഗെറ്റ്സ് യു മോർ ക്ലോസർ ടു യുവർ സെൽഫ്. നമ്മൾ ഭയങ്കര സമാധാനിപ്പിക്കുന്ന ഒരു ഋതം അതിന്റെ ശബ്ദത്തിനുണ്ട്. പിന്നെ അത് നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ അത് തോന്നാറുണ്ട്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ നിലാമലർ ബേസിക്കലി പറയുന്നത് അണയാൻ പോകുന്ന ഒരു വെളിച്ചത്തെ പറ്റിയാണ്. അപ്പൊ എനിക്ക് നിലാമലോട് ആ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് അത് കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ. നമ്മൾ അത് എൻജോയ് ചെയ്ത് അതിന്റെ പീക്കിലെത്തുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ചെയ്യും. പിന്നെയും ബ്രൈറ്റ്നസ് വരും. അതാണ് എനിക്ക് നിലാവിനോടുള്ള ചെറിയ യോജിപ്പ്. ബട്ട് സ്റ്റിൽ ആ ഒരു സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നെക്സ്റ്റ് സോങ് പ്ലേ മെല്ലെ കൊല്ലും. പെൺകുട്ടി ശരിക്കും മെല്ലെ കൊല്ലുന്ന ഒരു പ്രതിഭാസമാണ്. ആയിരിക്കാം. എനിക്ക് ആ എക്സ്റ്റെന്റ് വരെ ഒന്നും പോയിട്ടില്ല. പക്ഷെ ആയിരിക്കാം. അവർക്ക് അത്രയും ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി മെല്ലെ കൊല്ലും. ഈ പാട്ടിലെ പോലെ ഒരു പെണ്ണിനെ ബൈക്കിൽ കൊണ്ട് കറക്കില്ലല്ലോ. റീമയോട് ചോദിച്ചാൽ അറിയാം. I'm not a bike person. അപ്പൊ എന്ത് പേടിയായിരുന്നു റീമയ്ക്ക് അറിയാം. I'm not very used to bikes. ഈ പാട്ടിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. What's your take on live in? I'm not for it. ലിവിനോട് ഇഷ്ടമല്ല. എനിക്ക് വ്യൂസ് ഒന്നുമില്ല. I'm more for the other marriage. ആ ഒരു ഇതിലേക്ക് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. I'm more for a composed, beautiful, arranged marriage life. Next song. അവര് കല്ലാണോ ചില്ലാണോ? അവർ ചില്ലാണ്. ഇല്ല, അവര് വൾണറബിൾ ആണ്, വെരി ബ്യൂട്ടിഫുൾ ആണ്. കല്ലിനെക്കാളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ചില്ലിനുള്ളൊരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ആ പൊട്ടാനുള്ള സാധ്യത അവർക്കുണ്ട്. അവരെ കെയർഫുൾ ആയിട്ട് അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം. നമ്മളും ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം. പേര് സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ.